നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛനെന്താ ആനവയറാണോ? കഴിച്ചോട്ടടി, അച്ഛൻ കിടന്ന് കഷ്ടപ്പെടുന്നല്ലേ. മോളെ, ഇനി 2-3 ചുട്ടെടുത്ത് നീ കഴിക്കും. ചേച്ചി നിന്നെ, ഇതില് മാവ് ബാക്കിയില്ലല്ലോ. അതെന്താ ചേച്ചി അടുപ്പില് തീ കെടുത്തിയത്? ചേച്ചിക്ക് ദോശ വേണ്ടേ? ആ, മാവ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചി, അപ്പൊ ചേച്ചിക്ക് കഴിക്കാനോ? അത് സാരല്ല, ഉച്ചക്കത്തെ ചോറ് ബാക്കിയിരിക്കുന്നില്ലേ? എവിടുന്ന്? അതല്ലേ 4 മണിയായപ്പോ മുത്തശ്ശി എടുത്ത് കഴിച്ചത്. ആ, സാരല്ല, നീ ബഹളം വെക്കണ്ട. പാലിരിപ്പുണ്ടല്ലോ, ഞാനൊരു ഗ്ലാസ് പാല് തിളപ്പിച്ച് കുടിച്ചോളാം. അങ്ങനെ ഇപ്പൊ ചേച്ചി പട്ടിണി കിടക്കണ്ട. എല്ലാരും വേണം വേണമെന്ന് വിളിച്ചു പറയുമ്പോ പറയായിരുന്നില്ലേ മാവ് ഇത്രേ ഉള്ളൂന്ന്? എന്താ ഇവിടെ? മുത്തശ്ശി കണ്ടോ, എല്ലാവർക്കും ദോശ ചുട്ട് വിളമ്പിയപ്പോ ചേച്ചിക്ക് ദോശ ചുടാൻ മാവില്ല. എന്നിട്ട് പറയാ പാല് തിളപ്പിച്ച് കുടിച്ചോളാന്ന്. അതെന്ത് പണിയാ മോളെ? എല്ലാത്തിനും കാരണം ഈ അച്ഛനാ. അച്ഛൻ ഇങ്ങനെ കൊണ്ടുപോവാന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ. പിച്ചു, രസം പിടിച്ച് കഴിച്ചു തുടങ്ങിയ പിന്നെ അച്ഛന് കണ്ണും മൂക്കും ഉണ്ടാവില്ല. ഒന്നും പറയായിരുന്നില്ല നിനക്ക്? അച്ഛൻ എന്തിനാ അതിനെ വിഷമിക്കുന്നേ? നിങ്ങളുടെ ഒക്കെ വയറ് നിറഞ്ഞ എന്റെ മനസ്സ് നിറയില്ലേ? എന്നാലും അച്ഛൻ കാരണം നീ പട്ടിണിയായല്ലോ. ആ, ഇനി അത് പറഞ്ഞ് വിഷമിച്ചോ. വീടാകുമ്പോ ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ തികയാതെ വരും. അത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അരിപ്പൊടി ഇരിപ്പുണ്ടാച്ചാ, ഇത്തിരി തേങ്ങയോ ശർക്കരയൊക്കെ ചേർത്ത് അടയോ പത്തിരിയോ ചുട്ടെടുക്കാലോ. അച്ഛൻ പോയി കൈ കഴുകിട്ട് വാ. ചെല്ലച്ചാ. മോളെ, നിങ്ങളുടെ അമ്മ നേരത്തെ പോയപ്പോ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട്. നാഴിയും ചിരട്ടയും പോലിരിക്കുന്ന ആ 3 പിള്ളേരിനി എന്ത് ചെയ്യാനാന്ന്. പക്ഷെ ഇപ്പൊ മുത്തശ്ശിക്ക് മനസ്സിലായി അവൾ എങ്ങും പോയിട്ടില്ലെന്ന്. നീ എന്റെ ലക്ഷ്മി മോളാ, നിന്റെ അമ്മ തന്നെയാ. മുത്തശ്ശി ഒന്ന് പോയേ, വെറുതെ എല്ലാരും കൂടി വിഷമിപ്പിക്കാനായിട്ട്. അച്ഛൻ ഈ രാത്രി ഇത് എവിടേക്കാ എണീറ്റ് പോയത്? ഇതെന്താ? ദോശ ഇടിയപ്പോ ഒന്നുമില്ല, പൊറോട്ടേ കിട്ടിയുള്ളൂ. കഴിച്ചോ. ഇതെവിടെ പോയാ വാങ്ങിച്ചേ? ആ മുരുകൻ തിയേറ്ററിന്റെ അടുത്ത്. വേറെ എല്ലായിടത്തും അടച്ചു. അച്ഛൻ എന്തിനാ ഇപ്പൊ ഈ രാത്രി പോവാൻ നിന്നേ? പിന്നല്ലാണ്ട്. നീ അത്താഴപ്പട്ടിന് കിടന്നാല് മനുഷ്യന് ഉറക്കം കിട്ടണ്ടേ? വാ കഴിക്കാം. മോള് വന്നേ.
ഇനി മുതൽ ഉള്ളത് എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കിയിട്ട് എല്ലാരും കൂടി വട്ടവിട്ടിരുന്നാ മതി. അപ്പൊ പിന്നെ ആർക്കും എത്താതെ പോവില്ലല്ലോ. അത് വിട അച്ഛാ. എനിക്കത് അങ്ങനൊന്നും മനസ്സിൽ നിന്ന് പോവില്ല മോളെ. 10 ആൺമക്കളുള്ള ധൈര്യമാ എനിക്ക്. അത് നീ എനിക്ക് തരുന്ന ധൈര്യമാ. ഈ കിടന്ന് ഓടുന്നതും കഷ്ടപ്പെടുന്നതും ഒന്നും അച്ഛൻ കാണുന്നില്ല എന്ന് കരുതണ്ട. നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികള് സമയത്തിന് കല്യാണം കഴിഞ്ഞ് 1-2 കുട്ടികൾ വരെ ആയവരുണ്ട്. എന്നിട്ട് സുദേവൻ ഇപ്പോഴും മോളെ മാടിനെ പോലെ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുക. അതെ, എന്താ ഉദ്ദേശം? ഇതൊക്കെ കേട്ടിട്ടേ എല്ലാരും കൂടി എണീറ്റ് വരും. ആ പിന്നെ കൂട്ടക്കരച്ചിലായിരിക്കും ഇവിടെ. അച്ഛനിടയ്ക്ക് അറിയാണ്ട് പറഞ്ഞു പോകുന്നതാ. മോളിതെ ഇത് കഴിക്കേ. ഞാൻ കഴിച്ചോളാം. അത് വേണ്ട, ഇവിടെ ഇരിക്കെ. അച്ഛന്റെ മുമ്പിൽ വെച്ച് തന്നെ കഴിക്കണം. വാ ഇരിക്കെ. കഴിക്കുമോളെ. അച്ഛൻ എന്താ എത്ര പാവായത്? മനസ്സിന് ബലമുള്ള നീ ഉണ്ടല്ലോ, പിന്നെ ഞാൻ പാവായ എന്താ കുഴപ്പം? മോള് കഴിക്കേ. ഇപ്പോഴാ നെഞ്ചിലെ കത്തലൊന്ന് തീർന്നത്.